കോടതിക്കെതിരെ പറയുക എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോ ഒരു CPM അല്ലെ, CPM MLA, മുൻ MLA പറഞ്ഞിരിക്കുന്നു, സർവകലാശാലകളുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളാണ് എന്നുള്ളത്. അതിനെതിരെ കോടതിയും തിരിച്ചു മറുപടി കൊടുത്തു. അവസാനം ഇപ്പോൾ ക്ഷമാപണത്തിന്റെ വക്കിലൊക്കെ എത്തി. എന്താണ് പാർട്ടിയും തള്ളി പറഞ്ഞു. എന്താണ് ശരിക്കും ഇതിൽ സംഭവിക്കുന്നത്? ഇവരൊന്നും പഠിക്കില്ലേ? ഇല്ല, ഇതിൽ ഈ വിഷയം നമ്മൾ എന്താണെന്നുള്ളത് ആദ്യം പറയാം. അതായത് ഭാരതാംബ വിവാദമാണത്. ഭാരതാംബ കുറെ നാളായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ അടുത്ത ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഒരു ചടങ്ങ് നടന്നിരുന്നു. ഈ ഒരു സ്വകാര്യ ചടങ്ങായിരുന്നു. അപ്പൊ അതിൽ ഈ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചു എന്നും പറഞ്ഞ് ഗവർണർ പങ്കെടുത്ത ചടങ്ങായിരുന്നു. അതിൽ ആ ചടങ്ങിന് അനുമതി നൽകിയില്ല. ആര്? രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ, ഇപ്പൊ സസ്പെൻഡ് ആയില്ലേ അദ്ദേഹം. അപ്പോൾ രജിസ്ട്രാർ അനുമതി നൽകാത്തപ്പോൾ VC എന്ത് ചെയ്തു? ഇത് കണ്ടിട്ട് ദേഷ്യം വന്ന VC രജിസ്ട്രാറിനെ സ്പോട്ടിൽ എന്ത് ചെയ്തു? സസ്പെൻഡ് ചെയ്തു. അവിടെ VCക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഇല്ല എന്നൊക്കെയാണ്. ഈ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ട്, അവർക്കാണ് ഒരു യോഗം, അവർക്ക് ഒരു സിൻഡിക്കേറ്റ് ഒരു ഇതുണ്ട്, അവർക്കാണ് ചെയ്യാനുള്ള അധികാരം. VCക്ക് അങ്ങനെ ഒരു അധികാരമില്ല. പക്ഷെ VC ഒരു കൃത്യമായ ആക്ട് കേരള യൂണിവേഴ്സിറ്റി ആക്ട് 1974 സെക്ഷൻ 10 അത് പ്രകാരമാണ് ചെയ്തത്. അപ്പോൾ അതിന് ചൊല്ലി ഭയങ്കര വിമർശനങ്ങൾ ഉണ്ടായി. അതായത് അന്നത്തെ VC ഡോക്ടർ മോഹൻ കുന്നുമേലാണ്. അപ്പൊ അദ്ദേഹം RSS കാരനാണെന്നും, ചാൻസലർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണർ തന്നെയാണ്. അപ്പൊ വൈസ് ചാൻസലറിനെ നിയമിക്കാനുള്ള അവകാശം ഗവർണറിനാണ്. അപ്പൊ ഗവർണർ നിയമിച്ചത് കൊണ്ട് അത് RSS കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സസ്പെൻഡ് ചെയ്ത VC RSS കാരനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ നമ്മുടെ ചാൻസലർ എന്ത് ചെയ്തു? വൈസ് ചാൻസലർ എന്ത് ചെയ്തു? ലീവ് എടുത്ത് റഷ്യക്ക് പോയി, മുങ്ങി, തടി തപ്പി. അപ്പോ നമ്മുടെ രാജ്ഭവൻ, അതായത് ഗവർണർ നേരിട്ട് രാജ്ഭവനിൽ നിന്ന് നിയമിച്ച VC വന്നു, സിസ തോമസ്. കേട്ടിട്ടുണ്ടായിരിക്കും. താൽക്കാലിക VC ആയിട്ടുണ്ട്. ഇവർക്കൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവര് കേരള സർവകലാശാലയിലെ ആദ്യത്തെ വനിതാ VC കൂടെയാണ്. അപ്പൊ ഇവര് വന്നപ്പോ തന്നെ നമ്മുടെ SFI കാലി കുത്തിക്കൂല എന്നൊക്കെ പറഞ്ഞ് അവരെ മറ്റേ സിൻഡിക്കേറ്റ് ഹാളിന്റെ സിൻഡിക്കേറ്റ് ഹാളിന്റെ അടുത്തൂടെയുള്ള പിൻ ഗേറ്റിലൂടെയാണ് അകത്തേക്ക് പ്രവേശിച്ചത്. അങ്ങനെയൊക്കെ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. അപ്പൊ അതിനുശേഷം എന്തായാലും ഈ സിൻഡിക്കേറ്റിൽ ഇരിക്കുന്നതൊക്കെ ഇടതുപക്ഷ മെമ്പേഴ്സാണ്. ജീവനക്കാരും കൂടുതൽ ഇടതുപക്ഷമാണ്. ജീവനക്കാരൊന്നും ഇവരുടെ ഓർഡർ എടുക്കുന്നില്ല, ഇവർ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം അറിയാലോ, ഒരു സിൻഡിക്കേറ്റ് യോഗം കൂടി. ആ യോഗത്തിൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ കോടതിയിൽ ഈ തിങ്കളാഴ്ച ഈ കേസ് രജിസ്ട്രാറിന് കോടതിയിൽ പോയി, അതായത് തന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യം. VCക്ക് പിൻവലിക്കാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞു. കോടതി നല്ല ആട്ടംതിപ്പും കൊടുത്ത് ഓടിച്ചു വിട്ടു. കോടതി പറഞ്ഞു, ഒന്നാമത്തെ പ്രശ്നം, നിങ്ങൾക്ക് ഈ ചടങ്ങിന് അനുമതി കൊടുത്താൽ എന്താ പ്രശ്നം? അതിൽ എന്ത് മതപരമായി, ഈ ഭാരതാംബ ചിത്രമാണ്, ഇദ്ദേഹം മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ അനുമതി കൊടുക്കാത്ത. ഭാരതാംബ ഇരുന്നാൽ അതെങ്ങനെ മതപരമായിട്ടുള്ള ചടങ്ങോ? അത് എങ്ങനെയാണ് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ ബാധിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കോടതി നല്ല രീതിയിൽ നാട്ടി. അതിനുശേഷം പറഞ്ഞു VCക്ക് സസ്പെൻഷൻ കൊടുക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് കോടതി പറഞ്ഞു. അപ്പൊ സിൻഡിക്കേറ്റിന് VC അങ്ങനെ ഒരു അധികാരം ഉണ്ട്. അതിനുശേഷം സിൻഡിക്കേറ്റ് യോഗം കൂടിയിട്ട് ഒരു ഇതിനെ ഓർഡറിനെ പരിശോധിക്കാം, അവർക്ക് ചർച്ച ചെയ്യാമെന്നുള്ളത് കോടതി പറഞ്ഞു. എന്തായാലും കോടതിയിലെ പരിഗണനയിലിരിക്കുകയാണ് പിൻവലിക്കണോ വേണ്ട എന്നുള്ളത്. ഇന്നലെയായിരുന്നു കോടതിയിൽ കേസ് നടന്നത്. ഇല്ല, അതിലേക്ക് വരാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഇവരൊരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞായറാഴ്ച ഒരു സിൻഡിക്കേറ്റ് യോഗം ഇവർ കൂടി. അപ്പൊ അതിൽ ഈ നമ്മളെ പുതിയ താൽക്കാലിക VC ആയിട്ടുള്ള സിസ തോമസിന്റെ അധ്യക്ഷതയിലാണ് അത് കൂടിയത്. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ആ ഒരു ചർച്ചയ്ക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ മെമ്മറാണ്ടം കൊടുക്കുക എന്നുള്ളതാണ്, കോടതിക്ക് കൊടുക്കുക. അതാണ് അതിന് അപ്പുറം മറ്റൊരു അജണ്ടയില്ല. എല്ലാ മീറ്റിംഗിലും ഒരു അജണ്ട ഉണ്ടായിരിക്കും. ഈ ഗവർണർ അപ്പോയിന്റ് ചെയ്ത 2 സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉണ്ടായിരുന്നു BJPയുടെ, ബാക്കി എല്ലാം ഇടതുപക്ഷമായിരുന്നു. അപ്പോൾ ഇവരങ്ങോട്ട് ആ ചർച്ചയുടെ അജണ്ട വഴി തിരിച്ചു വിട്ടിട്ട് പറഞ്ഞു, നമുക്ക് ആ സസ്പെൻഷന്റെ കാര്യം ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ ഇത് സംഭവം? എന്തായി? ഇവര് നമ്മുടെ സിസ തോമസ് യോഗം പിരിച്ചു വിട്ടിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ ഇവര് മറ്റേ പാർട്ടി ഓഫീസ് പോലെ ഇരുന്ന് തീരുമാനങ്ങൾ അങ്ങ് എടുത്ത് സ്വയം. എന്നിട്ടും
തീരുമാനം എടുത്തത് മാത്രമല്ല മാധ്യമങ്ങളെ വിളിച്ച് റിപ്പോർട്ടും ചെയ്തു. അതായത് രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. അവർ തീരുമാനിച്ചു. ഇത് പാർട്ടി ഓഫീസ് പോയി. ഇത് 1.5 മണിക്കൂർ നീണ്ടുപോയ ചർച്ചയാണ്. ഇവരെ ഇവിടെ കിടന്ന് ബഹളമൊക്കെ വെച്ച് മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ടാണ് തോമസ് മീറ്റിംഗ് പിരിച്ചുവിട്ടിട്ട് ഇറങ്ങിപ്പോയത്. അതിനുശേഷം അവർ സ്വയം മീറ്റിംഗ് കൂടി ഇത് മാധ്യമങ്ങളെ അറിയിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് സിദ്ധാർത്ഥ തോമസ് പുറത്തു വന്ന് പറഞ്ഞു, ഞാൻ അനുമതി കൊടുത്തു, ഞാൻ പിരിച്ചുവിട്ട മീറ്റിംഗിൽ പിന്നെ എടുക്കുന്ന തീരുമാനങ്ങൾക്കൊന്നും വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കോടതിയിൽ കേസ് ഞായറാഴ്ച നടന്ന സംഭവം. കോടതിയിൽ ഇന്നലെ തിങ്കളാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ നല്ല ആട്ട് അതിനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇവർക്ക് തിരിച്ചടി കിട്ടി. അതായത് ഈ രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ ശരിവെക്കുന്ന രീതിയിലാണ് കോടതി പറഞ്ഞത്. അപ്പൊ അതിന് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഇടതുപക്ഷ MLA, നമ്മുടെ മുൻ MLA മാവേലിക്കര MLA CPIM അംഗവും സിൻഡിക്കേറ്റ് അംഗവുമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് നമുക്ക് ആ പോസ്റ്റിലേക്ക് നമുക്ക് ആദ്യം പോവാം. ഹൈക്കോടതിയിൽ ഇരിക്കുന്നത് നീതിദേവതയാണ്, കാവിക്കൊടി എന്തിയ സ്ത്രീയല്ല. നീതിദേവത എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മളെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, കണ്ണ് കെട്ടിയിട്ടുണ്ട്. കാവിക്കൊടിയേന്തിയ സ്ത്രീ അല്ല എന്ന് പറയുന്നത് ഭാരതാംബ. ഇവര് ഭാരതാംബ എന്ന് പറയില്ല, കാവിക്കൊടിയേന്തിയ സ്ത്രീ എന്നേ പറയും. നിങ്ങളിൽ ചിലർ ആരുടെ പാതയാണ് പിന്തുടരുന്ന നാട് മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ വിധികൾ ആർക്ക് വേണ്ടിയാണെന്ന് നാട് വിലയിരുത്തട്ടെ. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തകർത്ത് കൈപ്പിടിയിൽ ഒതുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഇതിന് വ്യത്യസ്തമായ വഴികളാണ് അവർ സ്വീകരിക്കുന്നത്. സർവകലാശാലകളെ രാഷ്ട്രീയമായി നിയന്ത്രിക്കുവാൻ മാത്രം ചാൻസലർമാരെ ചുമതലപ്പെടുത്തുന്നു. ഇതുവരെ പാളിയിട്ടില്ല, അടുത്തതിലാണ് ആശാന്റെ കയ്യിൽ നിന്ന് പോകുന്നത്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വൈസ് ചാൻസലർമാരെ യോഗ്യതകൾ പോലും ഇല്ലാതെ പരിഗണിക്കാതെ നിയമിക്കുന്നു. അതായത് വൈസ് ചാൻസലർമാരെ യോഗ്യതയൊന്നും ഇല്ലാതെ നിയമിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവരെ ഈ പറഞ്ഞ രജിസ്ട്രാറിന് യോഗ്യതയില്ല. രജിസ്ട്രാറിന് ആവാനുള്ള ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർവകലാശാലയിൽ ഇരുന്നിട്ടുള്ള ആളായിരിക്കണം. ഇദ്ദേഹം ദേവസ്വം ബോർഡ് കോളേജിലാണ് ഇരുന്നിട്ടുള്ളത്. അതൊരു എയ്ഡഡ് കോളേജാണ്. അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാർ, സസ്പെൻഡ് ആയ രജിസ്ട്രാർ. അപ്പോൾ 2021 പിണറായി വിജയൻ വീണ്ടും വന്നപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും നിർദ്ദേശിച്ചു, 2ാമത് തവണ അങ്ങനെ വീണ്ടും രജിസ്ട്രാർ ആയി. അപ്പൊ ഇവർക്ക് അതൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെ ചോദ്യം ചെയ്യാൻ ആവില്ലേ പോസ്റ്റ്, ബാക്കിയാണ്. അവിടെയാണ് ഏറ്റവും വലിയ ഇടപെടൽ കേന്ദ്രം നടത്തുന്നത്. സർവകലാശാലകളുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവ്വം നിയമിക്കുന്നു. ഇവിടെയാണ് R രാജേഷിനെ ദൈവം കൈവിട്ടത്. കാരണം ഇവിടുന്ന് പാർട്ടി പോലും ഇപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞേക്കണം, ഇവിടെ തൊട്ട് നീ നോക്കിക്കോ എന്ന് പറഞ്ഞു കൈ ഒഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിച്ച് വിധി പറയുന്നത് സംഘപരിവാർ ആഭിമുഖ്യമുള്ളവർ. കടുത്ത ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമുക്ക് സമീപകാല ചില വിധികൾ പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കേസുകളെ പറ്റി അദ്ദേഹം പറയുന്നു. ഇപ്പൊ ഈ മണ്ടൻ മനസ്സിലാവാത്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കേസ് ഹൈക്കോടതിയിലോട്ട് പോകുമ്പോൾ അത് ഏത് ബെഞ്ചിലോട്ടാണ് പോകുന്നത്, അതെങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, ഇതിനെപ്പറ്റിയുള്ള ബേസിക് വിവരങ്ങളൊന്നും അറിഞ്ഞിടാത്തത് കൊണ്ടാണ് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ എഴുതുന്നത്. കേരള ഹൈക്കോടതിനെതിരെയുള്ള കടുത്ത ആരോപണമാണ്. കോടതി അലക്ഷ്യമായിട്ട് തന്നെ കൂട്ടേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് കേസുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ രജിസ്ട്രാർ കേസില് കുറെ മണ്ടൻ വാദങ്ങളും അതൊക്കെ പറയുന്നുണ്ട്. രാജേഷ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിന്റെ പേരിൽ സ്വമേധയാ ക്രിമിനൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി ഒരുങ്ങുകയാണ്. ഇതിന് പ്രതിരോധം ഒരുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് പാർട്ടി തന്നെ കൈവിട്ട് പോയി മാപ്പ് അപേക്ഷിക്കാൻ പറഞ്ഞു. പരസ്യമായിട്ട് മാപ്പ് പറയണം. അതാണ് എന്റെ ഒരു രാഹുൽ ഗാന്ധിക്ക് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പം ശീലമാണ്. അപ്പം ഇത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ഈ ചോരത്തിളപ്പ് കുറച്ച് കൂടുതലാണെന്നല്ലോ. CPM-ന്റെ ആൾക്കാരെന്ന് പറയുമ്പോഴേ കുറച്ച് ചോരത്തിളപ്പ് കൂടുതലായിട്ടാണ് എപ്പോഴും പറയുന്നത്. ശ്രദ്ധ നേടാനും ലൈംലൈറ്റിലോട്ട് മുഖ്യധാരയിലോട്ടൊക്കെ വരാനുള്ള മനഃപൂർവ്വം പറഞ്ഞതും ആകാം, അല്ലായിരിക്കാം, മേ ബി, നമുക്കതറിയില്ല. കാരണം എന്താ പറയാ, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു സമയത്ത് ഈ ശ്രദ്ധ ആകർഷിച്ച് മുഖ്യധാരയിലോട്ടൊക്കെ വരെയാണ്, ചാനൽ ചർച്ചകളിലോട്ടൊക്കെ വിളിക്കുകയാണെങ്കിൽ വലിയ കാര്യമില്ല. ഇപ്പൊ മുൻ MLA ആണ്, ഇപ്പൊ പിന്നെ സിൻഡിക്കേറ്റ് മെമ്പറും കൂടെയാണ്. അപ്പൊ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും രാജേഷ് പരിധി വിട്ടു എന്നാണ് CPM തന്നെ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ രാജേഷ് പരസ്യ മാപ്പപേക്ഷ നൽകും. ഇത് ഹൈക്കോടതി മുഖവിലക്കെടുക്കുമോ എന്നതാണ് നിർണായകം. സർവകലാശാലകളുടെ കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിൽ കടുത്ത സംഘപരിവാർ അനുകൂലികളെ ബോധപൂർവ്വം നിയമിക്കുന്നു എന്നൊക്കെ പറയുന്ന രാജേഷിനോട് കടുത്ത ഭാഷയിലാണ് ഇപ്പോഴത്തെ ജസ്റ്റിസ്, അതായത് ജസ്റ്റിസ് നഗരേഷ് എന്ന് പറയുന്ന ആളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്.
അപ്പൊ ഇപ്പോ ജസ്റ്റിസ് VD സിംഗ് അല്ല ക്ഷമിക്കണം DK സിംഗ് അദ്ദേഹം കടുത്ത ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിരുന്നു ഇത്. അതുകൊണ്ട് മാപ്പപേക്ഷ കൊണ്ട് എന്തെങ്കിലും കാരണമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രസക്തമാണ്. അതായത് DK സിംഗ് പറഞ്ഞത് മരിച്ചാലേ തന്നെ സമ്മർദ്ദത്തിലാക്കാനാകും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കോടതി സമ്മർദ്ദത്തിലാകും ഒരു പ്രത്യേക തരത്തിലുള്ള വിധി നൽകാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദിലീപിന്റെ കേസൊക്കെ മാധ്യമങ്ങൾ എടുത്ത് ചർച്ച ചെയ്യരുതെന്ന് കോടതി പറയുന്നത്. കാരണം അപ്പോൾ പബ്ലിക് സപ്പോർട്ട് എങ്ങോട്ട് പോകുമോ അങ്ങോട്ട് ആ ഒരു രീതിയിലേക്ക് കോടതിക്ക് വിധി പറയേണ്ടി വരും. അപ്പൊ ഒരു സമ്മർദ്ദം ഉണ്ടാവും. അപ്പൊ ഇതും അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണ്. ഇനിയിപ്പോ സംഘം അനുകൂലമായിട്ട് വിധി പ്രസ്താവിച്ചില്ലെങ്കിൽ സംഖ്യയാവില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപ്പൊ അത്തരത്തിലുള്ള ഇത് നടക്കില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. മരിച്ചാലേ തന്നെ സമ്മർദ്ദത്തിലാക്കാനാകൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചു. എന്തായാലും ഈ ഒരു VC വിഷയം, അതായത് ഭാരതാംബ VC ചാൻസലർ ഗവർണർ വിഷയത്തിൽ ഇടതുപക്ഷത്തിന് തുടരെയായിട്ട് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർ പഠിക്കുന്നില്ല. പുറം പൊളിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും അവര് വീണ്ടും അതേ മണ്ടത്തരങ്ങൾ തന്നെ വീണ്ടും കാണിക്കും.